അച്ഛനും അമ്മയും ഒരു മകളും മാത്രമുള്ള വീട്. ഒന്ന് ചിന്തിച്ചു നോക്കുകയെ. കൊച്ചു കുടുംബമാണെങ്കിലും വലിയ സന്തോഷത്തോടെ ജീവിക്കേണ്ടവരാണ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ ഒരു 3 അംഗ കുടുംബത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അച്ഛനും അമ്മയും ഏക മകളെ ഏറെ വാത്സല്യത്തോടെയാണ് വളർത്തിയത്. എന്നാൽ മകൾക്ക് 10 വയസ്സായപ്പോൾ മുതൽ അച്ഛൻ്റെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നു. ഇത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു. സ്വന്തം മകളെ മോശമായ രീതിയിൽ കാണുന്ന ഭർത്താവിനൊപ്പം ജീവിക്കാൻ ഇനി താല്പര്യമില്ലെന്ന് ആ യുവതി തീരുമാനമെടുത്തു. മകളുടെ സുരക്ഷയെ കരുതി അമ്മ വിവാഹമോചനവും നേടി. പക്ഷേ ബന്ധം വേർപിരിഞ്ഞ് 3-ാം ദിവസം മകളെ തനിച്ചാക്കി അമ്മയുടെ ആത്മഹത്യ. വട്ടിയൂർക്കാവ് സ്വദേശിനിയായ യുവതി ജീവനൊടുക്കിയതിൻ്റെ കാരണം ഞെട്ടിപ്പിക്കുന്നതാണ്. പുലർച്ചെയാണ് മണികണ്ഠേശ്വരം സ്വദേശിയായ 45-കാരിയെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുൻ ഭർത്താവിന്റെ പീഡനത്തെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്ന് എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് മുറിയിൽ നിന്നും കണ്ടെടുത്തു. കഴിഞ്ഞ ശനിയാഴ്ച കോടതിയിൽ നിന്ന് വിവാഹമോചനം ലഭിച്ച വീട്ടമ്മ മകളുമൊത്ത് ഒറ്റയ്ക്കായിരുന്നു മണികണ്ഠേശ്വരത്ത് താമസം. തിങ്കളാഴ്ച രാത്രിയോടെ വീട്ടിലെത്തിയ മുൻ ഭർത്താവ് വീട്ടമ്മയെ ക്രൂരമായി മർദ്ദിക്കുകയും ശാരീരിക പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. വീട്ടമ്മയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചതായും ബന്ധുക്കൾ പറഞ്ഞു. ആത്മഹത്യാക്കുറിപ്പിലും ഈ പരാമർശമുണ്ട്. കുട്ടിയെ അപ്പോഴും ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടിയെ അമ്മയുടെ ജീവനെ കരുതി ഒന്നും വെളിയിൽ പറഞ്ഞിരുന്നില്ല. ഈ മരണശേഷം, അച്ഛൻ്റെ മരണശേഷം ഉണ്ടായ സംഭവം ഒളിച്ചോദിക്കാൻ നിവൃത്തിയില്ലാതെ കുട്ടിയുടെ അമ്മ തന്നെ പിടിച്ചതായിരുന്നു. കുട്ടിയുടെ ഭാവ വ്യത്യാസവും കുട്ടിയുടെ ചലനങ്ങളിൽ നിന്നും അമ്മ ചോദിച്ചപ്പോൾ കുട്ടിക്ക് പറയേണ്ടി വന്നു. ഒടുവിൽ ആ കുട്ടി ഈ വിവരങ്ങളെല്ലാം നെടുമങ്ങാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പായി പരാതിപ്പെടുകയും അങ്ങനെ ഒപ്പം ഡിവോഴ്സും കൊടുത്തു. കഴിഞ്ഞ 22-ാം തീയതി ശനിയാഴ്ച ഓർഡറായി. ഇതിൻ്റെ എല്ലാം പകയാണ് ഇന്നലെ വൈകുന്നേരം ഒരു 7:30യോടുകൂടി ഇവൻ വീട്ടിൻ്റെ മുകളിൽ കയറി ഒളിച്ചിരിക്കുകയും ചേച്ചി മഴയായതുകൊണ്ട് ഉണങ്ങിയ തുണി എടുക്കാൻ വേണ്ടി തുറന്നപ്പോൾ തന്നെ വാതിൽ ചവിട്ടി അകത്ത് കയറുകയും മോളെ പിടിച്ച് ഒരു മുറിയിൽ ആക്കുകയും ചേച്ചിയെ താഴത്തെ മുറിയിൽ കൊണ്ട് പൂട്ടിയിട്ട് ഉപദ്രവിക്കുകയും, അതായത് 7:30 മുതൽ രാത്രി 12-12:15 വരെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും അവളുടെ മരണമൊഴി അടിസ്ഥാനത്തിൽ അവളുടെ മുഖത്തെല്ലാം അടിച്ച് ഒതവാതാക്കി. ഈ ഒരു സെന്റൻസാണ് എഴുതിയിരിക്കുന്നത്. വീട്ടമ്മയുടെ മരണത്തിൽ മുൻ ഭർത്താവിനെയും ഇയാളുടെ സുഹൃത്തിനെയും വട്ടിയൂർക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മകൾക്കെതിരെ ലൈംഗിക അതിക്രമം കാട്ടിയതിന് പോക്സോ കേസിലും പ്രതിയാണ് മുൻ ഭർത്താവ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം.